ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാതെ നമ്മൾ വിരിയിപ്പിച്ചിറക്കിയിട്ടുള്ള ആർട്ടീമിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ. അതും നമ്മൾ വെയിലത്ത് വെച്ച് വിരിയിച്ചിറക്കിയിട്ടുള്ള ആർട്ടീമിയാണ്. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആർട്ടീമിയ വിരിയിപ്പിക്കാനാണ് പോകുന്നത്. ഇതുവരെ നമ്മൾ ആർട്ടീമിയ വിരിയിക്കുന്നത് കണ്ടിട്ടുള്ളത് എയറേഷൻ ഉപയോഗിച്ചിട്ടാണ്. നമുക്കിന്ന് സൂര്യപ്രകാശത്തിൽ, അതായത് നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചിട്ട് ആർട്ടീമിയ വിരിയിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്താൻ പോകുന്നത്. അതിൻ്റെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളാണ് ഒരുക്കാൻ പോകുന്നത്. ഇതൊരു ശ്രമം മാത്രമാണ്, എത്രത്തോളം വിജയിക്കുന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങൾ നോക്കാം. നമ്മളിവിടെ 2 പാത്രത്തിലായിട്ടാണ് ഈ ഒരു പരീക്ഷണം നടത്താൻ പോകുന്നത്. ആദ്യം നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ബ്രീഡിംഗ് കേജ് ആയിട്ട് ഉപയോഗിക്കാനും വേണ്ടിയിട്ട് വാങ്ങിയുള്ള പാത്രമായിരുന്നു. നമുക്ക് വെള്ളം നിർത്താൻ വേറെ പാത്രം നമ്മളെ കയ്യിലില്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു വട്ടത്തിലുള്ള പാത്രം എടുത്ത് അതിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. അങ്ങനെ 2 പാത്രങ്ങളാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ 1 ലിറ്റർ വെള്ളം കൊള്ളുന്ന ബോട്ടിലാണിത്. ഇനി ഇതിൽ നമുക്ക് എന്ത് ചെയ്യണം, വെള്ളം നിറക്കണം. ഇതിൻ്റെ ലിറ്റർ അനുസരിച്ച് നമുക്ക് വെള്ളം നിറക്കാം. നമ്മളിപ്പോൾ ഇവിടെ 2 പാത്രത്തിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം 2 ലിറ്റർ വെള്ളം വീതമാണ് 2ൽ നിറച്ച് വെച്ചിട്ടുള്ളത്. നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് OSI ക്വാളിറ്റിയുള്ള യെല്ലോ റിംഗ് ആർട്ടീമിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഏകദേശം 50 ഗ്രാമിന് 600 രൂപയുടെ മുകളിൽ വില വരുന്ന സാധനമാണ്. നമ്മളിപ്പോൾ അത് ഉപയോഗിക്കാനും വേണ്ടിയിട്ട് സാധാരണഗതിയിൽ നമ്മൾ ഇതുപോലുള്ളൊരു ബോട്ടിലാണ് നമ്മൾ ആർട്ടീമി വിരിയിപ്പിക്കുന്നത്. ഈ ബോട്ടിൽ ഇങ്ങനെ വെച്ചിട്ട് ഈ ടോപ്പ് കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് താഴ്ഭാഗത്ത് കൂടി എയറേഷൻ കൊടുത്തിട്ട് പിന്നെ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, ആർട്ടീമി ഇട്ടിട്ടാണ് വിരിയിപ്പിക്കാറുള്ളത്. ആർട്ടീമി നമ്മൾ വിരിയിപ്പിക്കുന്ന സമയത്ത് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ കല്ലുപ്പാണ് ഇടാറ്. കല്ലുപ്പ് 38 ഗ്രാം കല്ലുപ്പാണ് നമ്മൾ ഇടാറുള്ളത്. അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ ഒരു നുള്ളുമാണ് ഇടാറുള്ളത്. നമ്മൾ ഇവിടെ പരീക്ഷിക്കാൻ പോകുന്നത് ബേക്കിംഗ് സോഡ നമ്മൾ ഇടാൻ പോകുന്നത്, ആദ്യം നമുക്ക് തുടങ്ങാം. 1 ലിറ്റർ വെള്ളത്തിന് 1 നുള്ള് ബേക്കിംഗ് സോഡയാണ് നമ്മൾ ഉപയോഗിക്കാറ്. നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, 2 നുള്ള് ബേക്കിംഗ് സോഡ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, യെല്ലോ കളറുള്ള ഈ ഒരു പാത്രത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ടിട്ടുള്ള ഒരു പരീക്ഷണമാണ് ഇവിടെ നടത്തുന്നത്. ഈ ഒരു സംഭവത്തിൽ നമ്മൾ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്നില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെ കല്ലുപ്പുണ്ട്. കല്ലുപ്പ് നമ്മൾ 38 ഗ്രാം കല്ലുപ്പാണ്. 1 ലിറ്റർ വെള്ളത്തിൽ ആർട്ടീമിയെ വിരിയിപ്പിക്കാൻ 38 ഗ്രാം കല്ലുപ്പാണ് നമ്മളിത് വാങ്ങി കൊടുത്തത് നമ്മുടെ ആ സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ 38 ഗ്രാം നമ്മൾ കടയിൽ നിന്ന് തൂക്കി കൊണ്ടുവന്നിട്ട് ആ ഒരളവ് ഈ ഒരു പാത്രം ഫില്ലായിട്ടുള്ള ഒരളവിലാണ് ഈ 38 ഗ്രാം എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ 1 ലിറ്ററിനാണ് 38 ഗ്രാം പറഞ്ഞിരുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ അങ്ങനെ നമുക്ക് 2 ലിറ്റർ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും കല്ലുപ്പ് വേണ്ടി വരും. അങ്ങനെ നമ്മൾ ഈ ഒരു പാത്രത്തിൽ 2 ലിറ്റർ വെള്ളം ഒഴിച്ച് അതിൽ കല്ലുപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട്. ഇനി ഈ ഒരു പാത്രത്തിൽ നമ്മൾ 2 ലിറ്റർ വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി അതിൽ നമ്മൾ കല്ലുപ്പ് ഇടാൻ പോവാണ്. കല്ലുപ്പ് 2 ലിറ്ററിന്, അതായത് 1 ലിറ്ററിന് 38 ഗ്രാം എന്നുള്ള രീതിയിലാണ് കല്ലുപ്പ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കല്ലുപ്പ് 38 8 16 76 ഗ്രാം കല്ലുപ്പ് ഇടേണ്ടി വരും. 38 ഗ്രാം കല്ലുപ്പാണ് 1 ലിറ്ററിന് ഇടുന്നത് കേട്ടോ. ചെറിയ സ്പൂണായതുകൊണ്ട് കോരിയിട്ട് കിട്ടണില്ല. ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് അളവാണ് 38 ഗ്രാം എന്ന് പറഞ്ഞത് ഈ ഒരു പാത്രം ഫില്ല് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു പാത്രത്തിൽ നമ്മളിപ്പോൾ എന്താണ്, ബേക്കിംഗ് സോഡ ആഡ് ചെയ്യണില്ല, കല്ലുപ്പ് മാത്രമായിട്ടുള്ള പരീക്ഷണം നടത്താൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ആർട്ടീമിയ കേട്ടോ. OSI ക്വാളിറ്റി ഉള്ള ആർട്ടീമിയ, യെല്ലോ റിംഗ് ആർട്ടീമിയ. ഏകദേശം 2ൽ നമുക്ക് ശരാശരി അളവാണ് ഇടാൻ പോകുന്നത്.
പരീക്ഷണമാണ് നടത്താൻ പോകുന്നത്. ഇതിലിട്ടിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലും ആഡ് ചെയ്ത് കൊടുക്കാം. അതിൽ കുറച്ച് കൂടി പോയി തോന്നുന്നുണ്ട്. സക്സസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആർട്ടിമിയ പോയി. സക്സസ് ആയാൽ നമുക്ക് ഒരുപാട് കറണ്ട് ബില്ല് ലാഭിക്കാം. ഇനിയിപ്പോൾ ഇതൊന്ന് പരക്കാനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നിങ്ങനെ സൈഡിക്കൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ. ഇത്രേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെയിലുള്ള സ്ഥലങ്ങളിൽ ഇത് സൂക്ഷിക്കണം. ഇപ്പോൾ ഏകദേശം നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ആർട്ടിമി ഇതിലേക്ക് ഒഴിച്ച് ഇപ്പോൾ ഈ സെറ്റ് ചെയ്ത സമയത്ത് ഏകദേശം ഞായറാഴ്ച വൈകിട്ട് 4 മണിയാണ് ഇപ്പോൾ സമയം ഏകദേശം. ഇത് സത്യം പറഞ്ഞാൽ ഇത് 24 മണിക്കൂറൊക്കെയാണ് ഹാച്ചിങ് റേറ്റ് പല ആർട്ടിമിയക്കും. നമ്മൾ ഇവിടെ ആർട്ടിമിയ വിരിയിപ്പിക്കാറുണ്ട്. നമ്മൾ ഈ OSI ക്വാളിറ്റി ഉള്ളതായതുകൊണ്ട് തന്നെ നമ്മളൊരു 12 മുതൽ 16 മണിക്കൂറിൻ്റെ ഉള്ളിൽ, 16 മണിക്കൂർ മാക്സിമം ആ സമയത്ത് തന്നെ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഫീഡ് ചെയ്യാനും വേണ്ടിയിട്ട് ഈ ആർട്ടിമിയ എടുക്കാറാണ് പതിവ്, എയറേഷന് ഓഫ് ചെയ്തിട്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെയിലുള്ള സ്ഥലങ്ങളിൽ വെക്കണം. ഇപ്പോൾ വൈകിട്ട് 4 മണിയാണെന്ന് പറഞ്ഞ്, അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന ഈ സമയത്ത് വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് നമ്മളിത് കൊണ്ടുവെക്കാൻ പോകുന്നത്. ഇതാണ് നമ്മളെ വീടിൻ്റെ സിറ്റ് ഔട്ട് കേട്ടോ. ഇവിടെയാണ് നമ്മൾ മുമ്പ് കണ്ടത്, മനസ്സിലായില്ലേ, മുരിങ്ങയില. ഒരുപാട് സുഹൃത്തുക്കൾ ഇതിൻ്റെ അപ്ഡേഷൻ ചോദിച്ചു, നമ്മൾ ഉണക്കാനിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം കിട്ടാത്തതുകൊണ്ട് പിന്നെ ഇതൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അത്യാവശ്യമൊക്കെ ഉണങ്ങിയിട്ടുണ്ട് ഇത്. ഇനി നമുക്ക് വേറെ 1-2 ടാങ്കുകൾ നിർമ്മിച്ചതിന് ശേഷം നമുക്ക് എന്താ അതിൽ നിന്ന് തിരഞ്ഞെടുത്ത് കുറച്ച് ഗപ്പികൾ, അതായത് എല്ലാറ്റിൽ നിന്നും കുറച്ച് ഗപ്പികൾക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിട്ട് എല്ലാറ്റിലും നമുക്ക് ഇത് മിക്സ് ചെയ്തിട്ട് ഫീഡ് ചെയ്ത് കൊടുക്കണം. നല്ല കളർ വ്യത്യാസം ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. നമുക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ശ്രമം നമ്മൾ നോക്കുന്നതാണ്. ഇപ്പോൾ സമയം കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ വെച്ചതാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്തിട്ട് സെപ്പറേറ്റ് 2-3 ടാങ്ക് സെറ്റ് ചെയ്തിട്ട് വേണം ഈ പരീക്ഷണം പുനരാരംഭിക്കാൻ. ഇപ്പോൾ അത് ഉണങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു 2 ചെറിയ ടാങ്കിൽ നമ്മൾ ആർട്ടിമിയ ഇട്ടിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡ ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാത്തത്. നമ്മളിപ്പോൾ ഇത് ഇവിടെ കൊണ്ടുവന്ന് വെക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വൈകിട്ട് ഏകദേശം 4 മണി സമയമായതാണ്. അപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് വെയിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ആ സൈഡിൽ നിന്നാണ് സൂര്യൻ്റെ വെട്ടം വരുന്നത്. അപ്പോൾ മുകളിലായതുകൊണ്ട് തന്നെ ഈ സൈഡിലേക്ക് വെളിച്ചം വരുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ രാത്രി ആവാൻ പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ വെളിച്ചം കിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ പുറത്ത് മുറ്റത്തോ വേറെ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂച്ചകളൊക്കെ വന്നിട്ട് തട്ടിയിടാനുള്ള ചാൻസൊക്കെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ സേഫായിട്ട് ഈ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ എനിവേ നാളെ രാവിലെ നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഇവിടുന്ന് മാറ്റണം, വെയിലുള്ള സ്ഥലത്തേക്ക് മാറ്റണം. നാളെ വൈകിട്ട് ഏകദേശം നമുക്ക് ഈ സമയം ഒരു 4 മണി 5 മണി ആകുമ്പോഴത്തേന് ഇത് വിരിഞ്ഞിക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ദിവസം കാണാം. ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇപ്പോൾ നേരം വെളുത്ത് സൂര്യൻ ഇങ്ങനെ ഉദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല വെട്ടം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാടത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആർട്ടിമിയ ഇട്ട് വെച്ചിട്ടുള്ള 2 പാത്രങ്ങൾ, ബേക്കിംഗ് സോഡ ഇട്ട് വെച്ചിട്ടുള്ള ഈ ഒരു പാത്രവും ബേക്കിംഗ് സോഡ ഇടാതെ വെച്ചിട്ടുള്ള ഈ ഒരു പാത്രത്തിലും ആർട്ടിമിയ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വിരിഞ്ഞിട്ടില്ല. ഇന്ന് നേരം വെളുത്തപ്പോൾ നമ്മൾ ആലോചിച്ച് ഇന്നലെ നമുക്ക് രാവിലെ ഇടുകയാണെങ്കിൽ ഇന്ന് വൈകിട്ട് വരെയുള്ള വെയിൽ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇന്നലെ രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള വെയിലും കിട്ടിയിരുന്നു. അപ്പം അങ്ങനെ ഒരു അബദ്ധം പറ്റി. ഇനിയിപ്പോൾ ഇന്ന് അഥവാ വിരിഞ്ഞിട്ടില്ലാണ്ടെങ്കിൽ നാളെയും നമ്മൾ വെയിലത്ത് വെക്കാനുള്ള ശ്രമം നടത്തുന്നതാണ്. നമ്മളിത് പാടത്താണ് വെച്ചിട്ടുള്ളത്. അതായത് സൂര്യൻ അവിടെ നിന്ന് ഇങ്ങനെ ഉദിച്ച് ഇങ്ങനെ കൊണ്ട് വന്നു കഴിഞ്ഞാലും ഇവിടെ തണൽ വരാനുള്ള ചാൻസ് ഇല്ല. കാരണം നല്ല വെയിൽ കിട്ടുന്ന ഏരിയയാണ്. പക്ഷേ ഒരു പ്രശ്നമുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കന്നുകാലികളൊക്കെ കിട്ടുന്ന ആൾക്കാർ വന്നിട്ടുണ്ട്. ഇവിടെ നല്ല പുല്ലുണ്ട്. ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് മറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഈ കാണുന്നൊരു ഗ്യാപ്പിൽ നിന്ന് 2 പാത്രത്തിലായിട്ട് ആർട്ടിമിയ വിരിപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരു പോത്തിനെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പോത്തിനെ കെട്ടാൻ വന്ന ആൾ ഇവിടുന്ന് ഈ പാത്രം എടുത്തിട്ട് അങ്ങോട്ട് തണലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. മതിൽമക്ക് നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ പാത്രം എടുത്തിട്ട് കുറച്ചങ്ങ് ദൂരെ വെച്ചിട്ടുണ്ട്. നമ്മൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാൻ പറ്റും. ആ നെൽകൃഷിയാണ് കാണുന്നത്. അതിൻ്റെ അടുത്ത് കണ്ടില്ലേ, 2 പാത്രം അങ്ങോട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മൾ. ഇപ്പോൾ അവിടെയാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ എങ്ങനെയായാലും ഇപ്പോൾ ഏകദേശം സമയം 10-11 മണി സമയമാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഉച്ചയ്ക്ക് ശേഷം ഒന്ന് വന്ന് നോക്കാം. ആരും കൊണ്ടുപോയിട്ടില്ല, പാത്രം ആരും കൊണ്ടുപോയിട്ടില്ല എന്നെങ്കിൽ സംഭവം അവിടെ ഉണ്ടാവും. നമുക്ക് ആ സമയത്ത് നോക്കാം. നെൽച്ചെടികളിലൊക്കെ നല്ല കതിര് വന്നിട്ട് കണ്ടില്ല നിൽക്കുന്നത്. എന്ത് ഭംഗിയാണ് കാണാനെന്ന് അറിയാം.
നമ്മൾ ആർട്ടിമിയെ വിരിയിപ്പിക്കാൻ വെച്ചത് ഇവിടെ ഉണ്ട്. ഏകദേശം ഇപ്പോൾ സമയം 2:30-3 മണിയായിട്ടുണ്ട് കേട്ടോ. ഏകദേശം സമയം നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. സക്സസ് ആട്ടോ സംഭവം, വിരിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം അത് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ഇത് നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ടുള്ളതായിരുന്നു. ഇതിൻ്റെ എത്ര % വിരിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല, പക്ഷേ സംഭവം വിരിഞ്ഞിട്ടുണ്ട്. വിരിഞ്ഞതിൽ ഓടി നടക്കുന്നത് കാണാനുണ്ട്. സംഭവം ഈ മെത്തേഡ് സക്സസ് ആട്ടാ. അൽഹംദുലില്ലാ, സംഭവം അടിപൊളി. ഇനി നമുക്ക് തൊട്ടടുത്തുള്ളത് നോക്കാം. നേരത്തെ കണ്ട് ബേക്കിംഗ് സോഡ ഇട്ടിട്ടുള്ളതായിരുന്നു. ഇത് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാതെ നമ്മൾ ആർട്ടിമി വിരിയിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. ഇതിൽ ഈ സൈഡിൽ ഇപ്പോൾ ഈ കാണുന്ന ഭാഗത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട്. ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ മതി, നല്ല രീതിയിൽ കാണുന്ന നല്ല രീതിയിൽ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഒരു പരീക്ഷണം നല്ല സക്സസ് ആയതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ബേക്കിംഗ് സോഡ ആഡ് ചെയ്തിട്ടുള്ള നമ്മൾ ആർട്ടിമി വിരിയിപ്പിക്കാനുള്ളത് ഇവിടെ വിരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാതെ നമ്മൾ ആർട്ടിമി ഇട്ടതും വിരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം സമയം 3 മണി സമയമാണ്. ഇന്നലെ നമ്മൾ 4 മണിക്കാണ് ഈ ഒരു പരീക്ഷണം സ്റ്റാർട്ട് ചെയ്തത്. നല്ല വെയിലാട്ടാ 3 മണി. അപ്പോൾ ഇത് ഇനി നമുക്ക് എന്ത് ചെയ്യണം, വീട്ടിൽ കൊണ്ടുപോയിട്ട് വേണമെങ്കിൽ നമുക്ക് 4 മണി വരെ വെക്കാം. പക്ഷെ ഇനി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ നമുക്ക് ഈ ഒരു പരീക്ഷണം പരാജയപ്പെടുകയില്ല എന്നുള്ളതിൽ ഉപരി പേടി നമുക്കുണ്ടായിരുന്നത് കന്നുകാലികളോ മറ്റോ ഇത് തട്ടിമറിക്കുന്നുള്ള പേടി ഉണ്ടായിരുന്നത്. പക്ഷെ ആ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് എത്രത്തോളം ഇതിൽ നിന്ന് വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് ഏകദേശം നമുക്കൊരു കണക്ക് നോക്കാം. എന്നിട്ട് അങ്ങനെ നമ്മൾ പാടത്തുനിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, വിരിഞ്ഞിറങ്ങിയിട്ടുള്ള ഈ ആർട്ടിമിയുടെ പാത്രം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മളിനി ആർട്ടിമി ഏകദേശം എത്രത്തോളം നമുക്ക് കിട്ടിയെന്നുള്ളത് നമ്മൾ കാണിച്ചു തരാൻ വേണ്ടി, നിങ്ങൾക്ക് കാണാൻ വേണ്ടി നമ്മൾ ഈ ഒരു ബോളിലേക്കാണ് നമ്മളിത് മാറ്റാൻ പോകുന്നത്. നമുക്ക് നോക്കാം എത്രത്തോളം നമുക്കിത് കാണാൻ പറ്റുന്നുണ്ട് നോക്കാനും വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇതിലിനി ഈ ആർട്ടിമി വിരിഞ്ഞതിൻ്റെ % എങ്ങനെ അളക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബോളിലേക്ക് ഇത് മാറ്റാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ നോക്കാൻ പറ്റും, എത്ര % വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് എന്നുള്ള റിസൾട്ടൊക്കെ. നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് മാറ്റാൻ പോവാണ്. പിന്നെ അടിഭാഗത്ത് കുറച്ച് പെട്ടോന്നൊരു സംശയമുണ്ട്. അപ്പോൾ ഒന്ന് വെള്ളം ചേർക്കാമെന്ന് വിചാരിച്ച്. ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാതെ നമ്മൾ വിരിയിപ്പിച്ചിറക്കിയിട്ടുള്ള ആർട്ടിമിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ. അതും നമ്മൾ വെയിലത്ത് വെച്ച് വിരിയിച്ചിറക്കിയിട്ടുള്ള ആർട്ടിമിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. ഏകദേശം 24 മണിക്കൂർ കൊണ്ടാട്ടോ ഇപ്പം നമുക്ക് വിരിഞ്ഞിറങ്ങി കിട്ടിയിട്ടുള്ളത്. നമ്മളിതിന് മുൻപ് അതൊരു 12 മണിക്കൂറിലോ അല്ലെങ്കിൽ 16 മണിക്കൂറിലോ നമ്മൾ ചെന്ന് നോക്കിയിട്ടില്ല ഏകദേശം എത്രത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ആ സമയത്ത് തന്നെ ഇത്രക്ക് റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് തന്നെ എടുക്കാവുന്നതായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ റിസൾട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ 4 മണിക്കാണ് നമ്മളിത് വിരിയിപ്പിക്കാൻ വേണ്ടി ഇട്ടത്. ഇപ്പോൾ ഇന്ന് 4 മണി ആയപ്പോൾ ഏകദേശം 3 മണിക്ക് നമ്മൾ എടുത്ത് കൊണ്ടുവന്ന് ഇപ്പോൾ ഏകദേശം 3:30-4 മണി ആവാനായിട്ടുണ്ട്. ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാതെ നമ്മൾ വിരിയിച്ച ആർട്ടിമിയാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്. അത് എത്രത്തോളം % ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല എത്ര % വിരിഞ്ഞു എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ കാണിച്ചത് ഈ ബോളിലിട്ടിട്ട്. ഇനി ഈ ബോളിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആക്കാൻ പോകുന്നത് ബേക്കിംഗ് സോഡ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് വിരിയിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നോക്കാൻ പോകുന്നത്. രണ്ട് രീതിയിലും നമ്മൾ ആർട്ടിമിയെ വിരിയിപ്പിക്കാൻ നോക്കിയത്.
ഇവിടെ സക്സസ് ആയിട്ടുള്ളതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. ഏകദേശം ഏതിലാണ് ഏറ്റവും കൂടുതൽ വിരിഞ്ഞിറങ്ങിയെന്നുള്ളത് നമുക്കും പറയാൻ കഴിയില്ല. കാരണം നമ്മൾ എഗ്ഗ് 2 പാത്രത്തിലിട്ട് കൊടുത്ത സമയത്ത് ചിലപ്പോൾ ഒന്നിൽ കൂടിയിട്ടുണ്ടാവും, ഒന്നിൽ കുറഞ്ഞിട്ടുണ്ടാവും. എങ്കിലും 2 രീതിയിൽ നമ്മൾ ആർട്ടിമിയെ വിരിയിപ്പിക്കാൻ നോക്കിയതും ഇവിടെ സക്സസ് ആയിട്ടുണ്ട്. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ പറയാം. ഇലക്ട്രിസിറ്റിയുടെ സഹായമില്ലാതെ നമ്മൾ ആർട്ടിമിയെ വിരിയിപ്പിച്ചു, അതും ഈ വെയിലത്ത് വെച്ചിട്ട്. ഇപ്പം ഞാൻ നിൽക്കുന്ന കണ്ടില്ലേ, ഈ നല്ല വെയിലാണ്, ഈ വെയിലത്ത് വെച്ചാണ് നമ്മൾ ആർട്ടിമിയെ വിരിയിപ്പിച്ചത്. സാധാരണഗതിയിൽ നമ്മൾ ആർട്ടിമിയെ വിരിയിപ്പിക്കാറുള്ളത് ഇലക്ട്രിസിറ്റിയുടെ സഹായത്തോട് കൂടിയിട്ട് എയറേറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആർട്ടിമിയെ വിരിയിപ്പിക്കാറുള്ളത്. നമ്മൾ ഈ ഒരു പരീക്ഷണം നടത്തി സക്സസ് ആയിട്ടുണ്ട്, നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്. ഏകദേശം എത്ര പെർസെൻറ്റേജ് വിരിഞ്ഞു എന്നുള്ളത് ഈ വീഡിയോ കണ്ടുള്ള നിങ്ങൾക്ക് വിലയിരുത്താവുന്നതാണ്, എത്ര പെർസെൻറ്റേജ് വിരിഞ്ഞു എന്നുള്ളത്. ഇന്നലെ വൈകിട്ട് 4 മണിക്കാണ് നമ്മളിത് വിരിപ്പിക്കാനുള്ള ശ്രമം നടത്തിയത്. വൈകിട്ട് 4 മണിക്ക് വിരിപ്പിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും കുറച്ച് നേരം നമുക്ക് വെയിൽ കിട്ടിയിട്ടുണ്ടായിട്ടുള്ളൂ, പിന്നെ രാത്രിയായി. അത് കഴിഞ്ഞ ശേഷം ഇന്ന് പകൽ ഈ വൈകിട്ട് ഇപ്പോൾ ഈ സമയത്ത് ഏകദേശം 4 മണിയുണ്ട്. ഏകദേശം നമ്മൾ 3 മണിയായ സമയത്താണ് നമ്മൾ ഈ വെയിലത്ത് നിന്ന് ഇതിന് മാറ്റിയത്. 3:30 സമയത്ത് നമ്മളിപ്പോൾ കളക്ട് ചെയ്ത് ഇപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫീഡ് ചെയ്യാനുള്ള മാത്രം ഒരു പണിയും കൂടി ഉള്ളൂ. അപ്പോൾ ഇത് സക്സസ് ആണെന്നുള്ളത് ഇപ്പോൾ ഞാനിത് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത് സക്സസ് ആണെന്നുള്ളത്. എത്ര ശതമാനം ഇത് വിരിഞ്ഞിറങ്ങിയെന്ന് മാത്രം നമുക്കറിയില്ല, അത് നിങ്ങൾ ഓരോരുത്തരും വിലയിരുത്താവുന്നതാണ്. എനിവേ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കുന്നു. കാരണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. പിന്നെ നിങ്ങളുടെ ഈ വീഡിയോയെക്കുറിച്ചുള്ള വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായവും താഴെ കമൻറ്റ് ചെയ്യാം. താങ്ക് യു.